അങ്ങനെ ഞങ്ങൾ ഒരു നല്ല രീതിയിലുള്ള ഡിസ്കഷൻ തുടങ്ങി. പിന്നെ ഈ സ്ട്രക്ചർ, ഫ്രെയിംഡ് സ്ട്രക്ചർ, അതായത് പില്ലറിൽ ഇതൊക്കെ വെച്ച് ചെയ്യണതും അതെങ്ങനെ ചെയ്യും, പിന്നെ ചൂട് കുറയ്ക്കണം, അതിനെന്ത് ചെയ്യും, അങ്ങനെയൊക്കെ പല പല ഡിസ്കഷനും വന്നു. നാട്ടിലെല്ലാവരും വെട്ടുകല്ലുകൊണ്ടാണ് ഇതാക്കുന്നത്. അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചൂടിന് പ്രത്യേകിച്ച് ഗുണവും ദോഷവും ഒന്നും ഉണ്ടാവാൻ പോകില്ല, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകില്ല. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ AC കൊണ്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലെത്തി. പക്ഷെ അപ്പോൾ അതിൽ കുറേ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വന്നു. കാരണം അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 20 സെൻറ്റിമീറ്ററേ ഉള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ ചുമരിൻ്റെയൊക്കെ വീതി ഒരു 25 സെൻറ്റിമീറ്റർ ഒക്കെ വരും. അപ്പോൾ അതിനകത്താണ് പില്ലറുകളെല്ലാം സാധാരണ ഡിസൈൻ ചെയ്യാറ്. അപ്പോൾ സ്ട്രക്ചർ അത് എങ്ങനെ അത് നമ്മളതിലേക്ക് സെറ്റാവും, അങ്ങനെ ഒരു പ്രശ്നം വന്നു. പിന്നെ ഈ ഒരു മൊത്തം പ്ലാൻ വന്നപ്പോൾ അതൊരു കുറച്ചൊരു സ്ട്രക്ചറൽ പ്രോബ്ലംസും അതിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അർജുനാണ് പറഞ്ഞത്. കാരണം ഇതൊരു സാധാരണ ഒരു പ്ലാൻ അല്ലല്ലോ, ഒരു സിമ്പിൾ വീടല്ലല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു നമ്മളിപ്പോ ഇങ്ങനെ പല വിചിത്രമായ റിക്വയർമെന്റും ആഡ് ചെയ്യുമ്പോൾ ബീം വേണം, ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പാടില്ലല്ലോ. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണല്ലോ. അപ്പൊ അത് നമുക്ക് ഇതിനെ പറ്റി അറിയില്ലെങ്കിലും പുള്ളിക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് ശീലമുള്ളത് കൊണ്ട് പുള്ളി തന്നെയാണ് നമ്മളോട് ചോദിച്ചത് ഒരു സ്ട്രക്ചറൽ കൺസൾട്ടേഷൻ വേണ്ടേ എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ വക പ്രശ്നങ്ങളിലൊക്കെ എത്തിപ്പെട്ടത്. അത് വീതി, പില്ലർ വരുമ്പോൾ വീതി, കാരണം ചുമര് വരുമ്പോൾ പില്ലർ ഇങ്ങനെ മുഴച്ച് നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടല്ല വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ, കടകളിലൊക്കെ. അപ്പൊ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു.